റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒത്തിരി പേര് കാണാറുണ്ട്, പക്ഷേ ചിലർക്കും വിട്ടു പോകുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. നമ്മളിപ്പോൾ ഈ വീട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ ടൗണിൻ്റെ അടുത്താണ്. ഒത്തിരി പ്രേക്ഷകർ നമ്മളെ വിളിക്കാറുണ്ട്, ചുടുകട്ടയും പുഴമണലും ഉപയോഗിച്ചിട്ട് പണിത വീട് വേണമെന്നും പറഞ്ഞ് ഒത്തിരി പേര് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ വെട്ടുകല്ല് പുഴമണലൊക്കെ ഉപയോഗിച്ചിട്ട് പണിത വീടെന്നും പറഞ്ഞ് ഒത്തിരി പേര് വിളിക്കാറുണ്ട്. ഇതാണ് ഗേറ്റ്. ആ ഗേറ്റ് കാണുമ്പോൾ തന്നെ അറിയാം, ഈ വീടിൻ്റെ ഇങ്ങനത്തെ ഗേറ്റൊക്കെ ഒരു 5-8 വർഷം മുമ്പുള്ള വീടുകൾക്കാണ് ഇങ്ങനത്തെ ഗേറ്റ് ഉള്ളൂ. സ്ട്രോങ് ഗേറ്റാണ്. രണ്ടുപേരും ഒന്ന് പിടിച്ച് തള്ളിയാലാണ് നീങ്ങുള്ളൂ. ഇപ്പോഴത്തെ ഗേറ്റൊക്കെ ആണെങ്കിൽ ഒരു കാറ്റ് വന്നാൽ തന്നെ നീങ്ങും. അതൊരു കുറ്റം പറയുന്നതല്ല, ഒരു മോഡേൺ യുഗത്തിലേക്ക് മാറിയല്ലോ, ഒരു കണ്ടംപററി സ്റ്റൈലിലേക്കൊക്കെ എല്ലാം മാറി. പക്ഷേ കുറേ ആൾക്കാരൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെ പഴയ വീട് ചോദിച്ചിട്ടാണ് ഒത്തിരി പേര് വിളിക്കുന്നത്. ഒരു വെട്ടുകല്ലും പുഴമണലൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചുടുകട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് പണിത വീട് വേണമെന്നും പറഞ്ഞ് അങ്ങനെ നോക്കി ഒത്തിരി പേര് വിളിക്കാറുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനത്തെ നല്ല ലിസ്റ്റ് അങ്ങനെ വരാറില്ല. ഇത് 15 വർഷം പഴക്കം തോന്നിക്കാതെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നൊരു വീടാണിത്. ഈ വീടും പരിസരത്തിനൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം നിങ്ങൾ കാണുക, എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. 2500 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട്. ഇതിന് 4 ബെഡ്റൂംസ് ആണ് വരുന്നത്, 5 ബാത്റൂം ഉണ്ട്. ഇതൊരു കൊമേഴ്സ്യൽ പർപ്പസിനും പറ്റിയൊരു ഏരിയ ആണ്. നമുക്ക് കണ്ടോ, KSRTC സ്റ്റാൻഡായിട്ട് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. നമ്മൾ സ്റ്റാൻഡാണ് കാണുന്നത്. അവിടെ നിന്ന് 200 മീറ്റർ ദൂരത്തിലാണ് നമ്മൾ ഈ വീട് വരുന്നത്. ഫ്രണ്ട് ഗ്രാനൈറ്റൊക്കെ സിറ്റൗട്ട് വിരിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ എടുത്തു പറയേണ്ട 2-3 പ്രത്യേകത, ഇതിൻ്റെ ജനൽ ഡോറുകളെല്ലാം തേക്കും തടിയും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കിച്ചൻ്റെ കബോർഡ് മഹാഗണി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. മുറ്റത്ത് 1-2 വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൗകര്യങ്ങളുള്ള വീടാണ്. അത്യാവശ്യം പച്ചക്കറിയൊക്കെ നടാനുള്ള സ്പേസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഏരിയ നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ്. അത് തന്നെയല്ല, നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങൾ 3000 സ്ക്വയർ ഫീറ്റ് 2500 സ്ക്വയർ ഫീറ്റുള്ള വലിയ ഒരു പോഷ് ഏരിയ ആണ്. ഇപ്പോൾ ഓണർ ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. 15 വർഷമായിട്ട് ഒരാൾ തന്നെയാണ് വാടകയ്ക്ക് യൂസ് ചെയ്തത്. അപ്പോൾ അവർ അടുത്ത ദിവസം അവിടെ നിന്ന് മാറി. അപ്പോൾ അത് കാരണം ഇത് ഓണർ കൊടുത്തേക്കാമെന്നൊരു പ്ലാൻ ചെയ്തു. അപ്പോൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തു. വേറെ സന്തോഷകരമായ കാര്യം പറയാം, നിങ്ങൾക്ക് ഈ വീട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ വിളിക്കാം. യാതൊരുവിധ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഓണറെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ 4 അതിരും തീർന്നിട്ടുണ്ട്. അതിർത്തി ഇപ്പോൾ എല്ലാ വീടുകൾക്കും അതിർത്തി ഇഷ്യൂസ് ഒക്കെയാണല്ലോ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. 4 അതിരും തീർന്നിട്ടുണ്ട്. കണ്ട അമ്മിക്കല്ല്, ഇതൊക്കെ ഇപ്പോൾ അമ്മിക്കല്ലൊക്കെ കാണി പഴയ മ്യൂസിയത്തിൽ പോയി നോക്കണം. കിണറിന് കപ്പി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പണ്ടൊക്കെ ഇങ്ങനെ വെള്ളം കോരുവാണല്ലോ ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ അങ്ങനെയൊന്നുമില്ല. മോട്ടർ അടിച്ചാൽ ടാങ്കിൽ വെള്ളം വരും. പിന്നെ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ ചമ്മന്തി ഉണ്ടാക്കാം. അലക്ക് കല്ല്, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വാഷിംഗ് മെഷീൻ വന്നു. അപ്പോൾ എല്ലാം പണ്ടത്തെ ആൾക്കാർക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാനത് ഓർക്കുന്നുണ്ട്, അമ്മിക്കല്ലും തുണി അലക്കണം. ഇപ്പോൾ അതൊന്നും കാണാനില്ല. അതുപോട്ടെ, എന്നാലും നമ്മൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വീണ്ടും കടക്കാം. ഇത് ഇവിടുന്ന് വേറെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഈ വീടിൻ്റെ അവിടെ 100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഒരു ബൈപ്പാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിച്ചാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ഈ വിലയല്ല, 2 ഇരട്ടി വില കൂടും. ഇപ്പോൾ ഈ വീടിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും സ്റ്റാൻഡ് തൊട്ടടുത്ത് ബൈപ്പാസ് 100 മീറ്റർ മാറി, അപ്പോൾ ഭയങ്കര വിലയായിരിക്കുന്നു. 2 കോടി എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ചിന്തിച്ചേക്കുന്നത്. 2 കോടിയോ അല്ലെങ്കിൽ 1,70,00,000 രൂപയോ 1,65,00,000 ഒന്നും അല്ല. ഇത് ഓണർ വെറും 1,60,00,000 രൂപയാണ് ചോദിക്കുന്ന വില. അതും വില നെഗോഷ്യബിൾ ആണ്. നമ്മളൊരു ഫണ്ട് കൊടുത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ഡെവലപ്പിംഗ് നമ്മൾ നോക്കണം. ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് ഡെവലപ്പിംഗ് ആയി. ശരിക്കും പറഞ്ഞാൽ എറണാകുളം ടൗണിലൊക്കെ ഒരു സെൻറ്റിന് 50 ലക്ഷം രൂപ വിലയുണ്ട്. 50 ലക്ഷം രൂപ. ഈ ബൈപ്പാസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് വന്നാൽ തന്നെ ഇതിന് എങ്ങനെ വന്നാലൊരു 10-15 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് സെൻറ്റിന് പോകുന്നത്. അപ്പം വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലിസ്റ്റാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഫർണിച്ചർ കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ ഓണറെ അടുത്ത് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചോ. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ വിളിക്കാം. യാതൊരുവിധ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല.
എല്ലാ പേപ്പേഴ്സും ഇതിൻ്റെ ഓക്കെയാണ്. ലീഗൽ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലിയറൻസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് പുരയിടമായിട്ടാണ് BTR കിടക്കുന്നത്. A to Z പേപ്പർ എല്ലാം ഓക്കെയാണ്. ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഫുള്ള് മാർബിളാണ്. നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. നല്ല വിലപിടിപ്പുള്ള മാർബിളാണ് ചെയ്തിരിക്കുന്നത്. കബോർഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ റൂംസിലും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ വിൽക്കുവാൻ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ, ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ജെനുവൻ ഫോളോവേഴ്സാണ് നമുക്കുള്ളത്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഫോളോവേഴ്സൊന്നും അല്ല, ജെനുവൻ ഫോളോവേഴ്സാണ് നമുക്കുള്ളത്. അത് കാരണം തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതുണ്ടാവും. നിങ്ങൾക്കൊരു എൻക്വയറി ഉണ്ടാവും. അത് താല്പര്യമുള്ളവർ, വീടുകളെ സ്ഥലങ്ങളൊക്കെ വിൽക്കുവാൻ താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ നമുക്ക് എല്ലാ ബാങ്കുകളുടെയും ലോണൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്കും നമ്മളെ വിളിക്കാവുന്നതാണ്. കിച്ചൻ്റെ കബോർഡ് വർക്കുകളെല്ലാം തീർന്നിട്ടുണ്ട്. അതിൻ്റെ കബോർഡ് വർക്ക് മഹാഗണിയാണ് ചെയ്തിരിക്കുന്നത്. ഡോറ്, ജനല് അതെല്ലാം തേക്കാണ് ചെയ്തിരിക്കുന്നത്. വീടിന് 15 വർഷത്തെ പഴക്കമുണ്ട്. പുത്തൻ വീട് പോലെയാണ് കിടക്കുന്നത്. ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, പുഴമണലിട്ട് പണിത വീട് അല്ലെങ്കിൽ ചുടുകട്ട ഉപയോഗിച്ചിട്ടുള്ള പണിത്. അങ്ങനെ റെയറായിട്ട് അങ്ങനെ വരാറുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നത് കൊടുക്കാൻ തയ്യാറല്ല. 1,60,00,000 രൂപ ചോദിക്കുന്നു. അതും വില നെഗോഷ്യബിളാണ്. നമുക്ക് വേറൊരു ചാൻസ് ഉണ്ട്. ഇതൊരു കൊമേഴ്സ്യൽ പർപ്പസായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വീട് പൊളിച്ച് കളയാൻ ഞാൻ പറയില്ല. വേണമെങ്കിൽ ഇതൊന്ന് ഒരു അപ്പാർട്ട്മെൻറ്റിനൊക്കെ പറ്റിയൊരു ഏരിയ. സ്റ്റാൻഡ് തൊട്ടടുത്തല്ലേ, ടൗണിലേക്ക് ജോലിക്ക് ആവശ്യമുള്ളവർക്കൊക്കെ പെരുമ്പാവൂർ ടൗണിൽ ഒത്തിരി അധികം ആൾക്കാരുണ്ട്. അവർക്ക് ജോലി സംബന്ധമായ ആൾക്കാർക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ്, ചെറിയ അപ്പാർട്ട്മെൻറ്റൊക്കെ കൂടെ ചെയ്യുവാണെങ്കിൽ വളരെ ഭയങ്കര എൻക്വയറി ആയിരിക്കും ഇവിടെ വരുന്നത്. രണ്ടാമത്തെ നിലയിൽ വെട്ടിഫെഡ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് 2,500 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം ഉണ്ട്. ഇതിന് 5 ബാത്റൂം ഉണ്ട്. നമുക്ക് പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് വീട് വേണമെന്നും പറഞ്ഞ് ഒത്തിരി പേര് തന്നെ നമ്മളെ വിളിക്കും. ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിൽ. വിദേശത്തൊക്കെ കുറേ വർഷങ്ങളൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലുക എന്നുള്ള ഒരു അരമണിക്കൂർ ഡ്രൈവ് ചെയ്താലും നമുക്ക് ഈ വീട്ടിലെത്തിച്ചേരാം. കണ്ട, ഡോറിൻ്റെ അപ്പുറത്ത് സേഫ്റ്റി ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടൊരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. സൈഡിലെല്ലാം റൂഫ് ചെയ്തിട്ടുണ്ട്. മുകളിൽ വെള്ളം ചാടത്തക്ക രീതിയിൽ റൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുടക്കുന്ന മുതലിനുണ്ട്, അതിൻ്റെ മുകളിലൊരു വിലയ്ക്കുണ്ട്. ഇത് പരിസരം കണ്ട് മൊത്തം വീടുകളാണ്. അപ്പാർട്ട്മെൻറ്റിനൊക്കെ അനുയോജ്യമായൊരു ലാൻഡാണിത്. ഇപ്പം നിലവിൽ ഈ വീട് വാടകയ്ക്ക് കൊടുത്താൽ 30,000 രൂപ വാടക കിട്ടും. 30,000 രൂപ മന്ത്ലി വാടക കിട്ടുന്ന ഒരു വീടാണിത്. 15 വർഷം ഒരാൾക്ക് ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്ന വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഡയറക്റ്റ് ഓണറായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും ചോദിക്കാവുന്നതാണ്. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കൊണ്ട് പരിസരമൊക്കെ നോക്കിക്കേ. അത്യാവശ്യം 1-2 വണ്ടികളൊക്കെ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ്. 100 മീറ്റർ, ഞാൻ എടുത്ത് പറയാം, 100 മീറ്റർ മാറിയാണ് ബൈപ്പാസ് പോകുന്നത്. അലൈൻമെൻ്റ് എല്ലാം തീർത്ത് വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്ര അടുത്ത ആ ബൈപ്പാസുകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ വീടിൻ്റെ വില മാറി. 2 കോടി രൂപ കൊടുത്താൽ കിട്ടില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ തീരുന്ന സമയത്ത് ബൈപ്പാസിൻ്റെ വർക്ക് നടക്കണം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഡയറക്റ്റ് ഓണറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. ബൈപ്പാസിൻ്റെ വർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ടാണ് വർക്ക് വരുന്നത്. ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലത് ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ് വർക്ക്. ഏകദേശം വളരെ ഫാസ്റ്റായിട്ട് പുരോഗമിക്കുന്നത്. താല്പര്യമുള്ളവർ വേഗം വിളിക്കുക. റോയൽ പ്രോപ്പർട്ടീസ്, മൂവാറ്റുപുഴ.